ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ തപസ്യയിലെ പ്രവർത്തകരോടോ ഇത്രയും സമയം ക്ഷമയോടുകൂടി പ്രഭാഷണം കേട്ട എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. സംതൃപ്തിയുണ്ട്. ഒത്തിരി ആഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഒത്തിരി ആഗ്രഹങ്ങള്. ഒരു മിനിറ്റും കൂടി. സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ അദ്ദേഹം എവിടെയാണോ ഇരുന്നത് അവിടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. വില്യം വേർഡ്സ്വർത്ത്, എന്റെ ഏറ്റവും ആരാധ്യനായ ഗുരു വില്യം വേർഡ്സ്വർത്തിന്റെ വീട്ടിൽ പോയി അങ്ങേര് ഇരുന്ന കസേരയിൽ ഇരുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 6 പ്രാവശ്യം വൈറ്റ് ഹൗസിൽ പോയി. സ്വാമി വിവേകാനന്ദൻ നിന്ന് പ്രസംഗിച്ച സ്ഥലത്ത് 6 പ്രാവശ്യം നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. വാങ്കൂവറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോയിരുന്നു. ചൈനീസ് വൻമതിലിലൂടെ 36 കിലോമീറ്റർ നടന്നു ഭാഗ്യത്തില്. ടിയാനൻമെൻ സ്ക്വയറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും എന്റേതിനി ബാക്കിയില്ല. ഇനിയൊരാഗ്രഹമുള്ളത്, അത് അവസാനത്തെ ആഗ്രഹം. ഇതുപോലൊരു സദസ്സില് അടിച്ചു പൊളിച്ച് തകർത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വീണ് തീരണം. സന്തോഷത്തോടു കൂടി പറയുന്നു, ധന്യമായ ഈ വേദിയില് കുറേ പുസ്തകങ്ങൾ അവിടെയുണ്ട്, കുറേ CD-കളുണ്ട്, കുറേ DVD-കളുണ്ട്, പെൻഡ്രൈവുകളുണ്ട്. വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് ഇല്ല. 13 വർഷം ഹോട്ടൽ സപ്ലയറായി ജീവിച്ച ഗോപാലകൃഷ്ണൻ, എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലില് സപ്ലയറായി ജീവിച്ച ഗോപാലകൃഷ്ണൻ, 10-12 വർഷം അമ്പലത്തിലെ പൂജാരിയായി ജീവിച്ച ഗോപാലകൃഷ്ണൻ, ഒത്തിരി കാലം ദഹനക്കാരനായി ജീവിച്ച ഗോപാലകൃഷ്ണന് ജഗദീശ്വരൻ തന്ന ഈ അനുഗ്രഹത്തിലൂടെ 135 പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു. കുറെ CD-കളും DVD-കളും പെൻഡ്രൈവുകളും ഇറക്കി. അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. 2, ഈ പ്രദേശത്ത് എന്നെങ്കിലും പ്രഭാഷണം ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടണമെങ്കിൽ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതിയാൽ, ഇമെയിൽ വേണമെങ്കിൽ എഴുതാം. നിങ്ങളുടെ SMS ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SMS നിങ്ങളുടെ മൊബൈൽ ഫോണില് SMS ആയിട്ട് ഫുൾ ഡീറ്റെയിൽ, എവിടെയാണോ പ്രഭാഷണം, എത്ര മണിക്കാണോ, എന്താണോ വിഷയം, ആരെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മൊബൈലില് SMS ആയിട്ട് കിട്ടാൻ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്, അത് എഴുതാം. അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഡിസംബർ 26, 27, 28 തീയതികളില്, ഡിസംബർ 26, 27, 28 തീയതികളില് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ക്ലാസ് തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേന്ദ്രത്തില്, തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി യൂസഫ് അലി കേച്ചേരിയുടെ വീടിന്റെ അടുത്ത് ഉള്ള നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ നടത്തുന്നുണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ 3 ദിവസം എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ ആരുടെയും ക്ലാസ് ഇല്ല. ആ ക്ലാസ് കേൾക്കാൻ, പഠിക്കാൻ, നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ വരണം. 3 ദിവസവും സാധിച്ചില്ലെങ്കിൽ 2 ദിവസം, 2 ദിവസവും സാധിച്ചില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വരണം. വിസ്തൃതമായ ക്യാമ്പസിൽ താമസിക്കാൻ സൗകര്യം വേണമെങ്കിൽ 40 ക്ലാസ് റൂമുകളുണ്ട്, ബെഞ്ചുണ്ട്, ഡെസ്കുണ്ട്, ഫാനുണ്ട്. വിസ്തൃതമായിട്ടുള്ള ആ കേന്ദ്രത്തിലേക്ക് എല്ലാ വർഷവും സനാതനധർമ്മം പഠിപ്പിക്കാനുള്ള ക്ലാസ് സാധിക്കുമെങ്കിൽ വരിക. ധന്യമായി ഈ വേദിയിൽ എന്നെ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ച തപസ്യയിലെ പ്രവർത്തകരോടും പറയുന്നു, ഒരു പ്രഭാഷണത്തോടു കൂടി അവസാനിപ്പിക്കല്ലേ. ഇത് നിരന്തരം ഇവിടെ നടത്താൻ നിങ്ങളോടൊപ്പം ഇവരെല്ലാം ഉണ്ട്. 2 പ്രാവശ്യം കസേര കൊണ്ടുവരേണ്ടി വന്നു ഇന്ന്. അതിന് കാരണം ഇവിടുത്തെ ജനത നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. അവർക്കും എന്റെ മുമ്പിലിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കട്ടെ. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ എന്റെ മുമ്പിലിരിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം. ഈ സ്റ്റേജും ഇതിന്റെ ഉടമകളോടൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ
ഈ മഹൽ സംരംഭം അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.